ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കഴിഞ്ഞു. അതായത് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത വീഡിയോ ഏതാണ്, കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ എന്നുള്ള ഓക്സിലറിയാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലേ. എന്നാൽ ഇനി അതിൻ്റെ പാസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ്? കഴിഞ്ഞു. നമ്മൾ മലയാളത്തിൽ കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു, അവിടെ പോകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് കഴിഞ്ഞു പോയ കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് ക്യാനിൻ്റെ പാസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ, എവിടെ, എപ്പോൾ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നലെ രാത്രി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞു അല്ലേ. അത് നമുക്ക് കഴിഞ്ഞ ഒരു സംഭവമാണ്. ഇന്നലെ രാത്രി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞു നമ്മളൊക്കെ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആണിത് അല്ലേ. എങ്ങനെ പറയാം? I could sleep well last night. I could sleep well last night. അല്ലേ. അപ്പോൾ ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയാണ്. സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങാൻ. ഇനി ഇവിടെ ആൻ എന്ന് പറയുന്നത് കൊണ്ട് ടു സ്ലീപ്പ് ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളൊരു ഓക്സിലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ടു എന്ന് ആഡ് ചെയ്യാൻ പാടില്ല. ഐ കുഡ് പ്ലസ് എന്താണ് വെർബ് V1 ഫോം ആണ്. അപ്പം ഐ കുഡ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ പേന കാണാനില്ല, അത് തിരഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്താ പറയുക? എനിക്ക് എൻ്റെ പേന കണ്ടെത്താൻ കഴിഞ്ഞു. ഇങ്ങനെ പറയാറുണ്ടല്ലോ. എനിക്ക് എൻ്റെ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞു, എനിക്ക് എൻ്റെ ബുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. നമുക്ക് ഉണ്ടായ ഒരു സംഭവമാണ്, കഴിഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ പറയാം? ഐ കുഡ് ഫൈൻഡ് മൈ പെൻ. ഐ കുഡ് ഫൈൻഡ് മൈ പെൻ അല്ലേ. ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുക. ഐ കുഡ് ഫൈൻഡ് മൈ പെൻ, എനിക്ക് എൻ്റെ പേന കണ്ടെത്താൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഡോറ് നമുക്ക് എങ്ങനെ ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ആ ഡോർ തുറന്നു. ആ സമയത്ത് എന്താ പറയുക? എനിക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ കുഡ് തുറക്കുക, ഓപ്പൺ ആണ്. അപ്പം ഐ കുഡ് ഓപ്പൺ ദ ഡോർ. ഐ കുഡ് ഓപ്പൺ ദ ഡോർ, എനിക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞു. സിമ്പിൾ ആണല്ലേ. ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ വീട്ടിലേക്ക് വന്ന ഉടനെ പറയാണ്, ചിലപ്പം ഒരു ക്വസ്റ്റ്യന് ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യന് ആൻസർ നൽകാൻ കഴിഞ്ഞു. അത് വലിയൊരു സംഭവമാണ് അല്ലേ. ആ ഒരു സംഭവം വീട്ടിൽ വന്ന് പറയാണ്, എനിക്ക് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞു. പറയാറുണ്ടല്ലോ. ഐ കുഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐ കുഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ, എനിക്ക് ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞു. ഇനി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇതുവരെ നമ്മൾ എനിക്ക് എന്ന് പറഞ്ഞു, ഇവിടെ സിംഗുലർ പ്ലൂറല് എന്നില്ല. അവിടെ എന്താ പറയുക? അവൾക്ക് ഇന്നലെ ഇവിടെ വരാൻ കഴിഞ്ഞു. സബ്ജക്റ്റ് അവളാണ്, കുഴപ്പമില്ല. അവൾക്ക് ഇന്നലെ ഇവിടെ വരാൻ കഴിഞ്ഞു. ഷീ കുഡ് കം ഹിയർ യെസ്റ്റർഡേ. ഷീ കുഡ് കം ഹിയർ യെസ്റ്റർഡേ, അവൾക്ക് ഇന്നലെ ഇവിടെ വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കുഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിലോ, അവൾക്ക് ഇന്നലെ ഇവിടെ വരാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഷീ സബ്ജക്റ്റ്, കുഡിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഷീ കുഡ് നോട്ട്, അതിന് ഷോർട്ടാക്കുമ്പോൾ ഷീ കുഡിൻറ്റ്. ഷീ കുഡിൻറ്റ് കം ഹിയർ യെസ്റ്റർഡേ. ഇത്രയേ ഉള്ളൂ. ഇനി പറയുകയാണെങ്കിൽ, ഇന്നലെ രാത്രി എനിക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. ഐ കുഡിൻറ്റ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്, എനിക്ക് ഇന്നലെ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം. ഞങ്ങൾക്ക് ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണ്. വി കുഡ് നോട്ട് അല്ലേ. വി കുഡ് നോട്ട് എന്ന് പറയുമ്പോൾ വി കുഡിൻറ്റ്. വി കുഡിൻറ്റ് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. വി കുഡിൻറ്റ് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. അപ്പോൾ നമുക്ക് എന്താണോ നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാം, എനിക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ കുഡിൻറ്റ് ഓപ്പൺ ദ ഡോർ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല. ആ ഓക്സിലറിയുടെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. അതിന് ഷോർട്ട് ആക്കുമ്പോഴാണ് നമ്മൾ കുഡിൻറ്റ്, കാൻറ്റ്, വോണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഡ് യൂസ് ചെയ്യുന്ന സംഭവം. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അവർക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇനിയും കുഡിൻ്റെ യൂസസ് വേറെയും ഉണ്ട്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് വളരെ പൊളൈറ്റായിട്ട് വളരെ ദയനീയമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, കുഡ് യൂസ് ചെയ്ത് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുഡിൻ്റെ യൂസസ് ഇനിയും ഉണ്ട്. അതുപോലെ തന്നെ ക്യാൻ യൂസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതായിട്ട് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അതുപോലെ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ കൂടുതൽ നിങ്ങൾക്ക് വെറൈറ്റി സെൻറ്റൻസുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിഷ്യൂസ് പാലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.